അങ്ങനെ നമ്മളെ ഹെയർ കട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് ജസ്റ്റ് ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയകളില്ല മാർക്കറ്റാണ് ഇപ്പോൾ ഇത്. നൈസായിട്ടുള്ളൊരു പർച്ചേസിങ് ഏരിയ. നൈറ്റൊന്നും ഇതിൽ നമുക്ക് നടക്കാൻ തന്നെ നടക്കാൻ കഴിയും, പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും. അതേപോലെ തന്നെ നല്ല പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഓഫ് ഡേയ്സുകളൊക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ നല്ല സവാത്തിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകൾ എടുക്കാൻ പറ്റും. സവാത്തിക്ക. വാട്ട്സ് യുവർ നെയിം? Ken. Where are you from? Myanmar. Yeah? Myanmar. Okay. I'm from India. Yeah. Oh, thank you. Good. ഇതേപോലെ നല്ല രസമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഹലോ. കോട്ട് സൂട്ട് സാധനങ്ങൾ. എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ഞാൻ പറയട്ടെ, നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് മുന്നേ ഡൽഹിക്ക് വരാം, എന്നിട്ട് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാം. ഹൗ മച്ച് ഫോർ ദിസ്? 850 ബാത്ത്. നാട്ടിലത്തെ 2000 ആയി. പിന്നെ ബ്രാൻഡാണ്, നോർത്ത് ഫേസ് ആണ്, കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാറോ, നല്ല സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നമുക്ക് 150 രൂപയുടെ സാധനം ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും. ഇൻ കേസ് നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രാൻഡഡ് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മൾ ഇൻ്റർനാഷണൽ പ്രൈസ് പോലത്തെ സ്ഥലം, അതായത് സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ മാക്സിമം ഇതാക്കുക. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, എത്ര വലിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണെങ്കിലും ലഗേജ് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ മോർ കംഫർട്ടായിരിക്കും. ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഓക്കെ, അപ്പോൾ ഹലോ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ. ഓക്കെ, ബായ്. പിന്നെ അതേപോലെ കുറേ കഫേകളുണ്ട്. കഫേ, മൊയ്റ്റോ, ബിയർ, ഡ്രിങ്ക്സ്, കഞ്ചാവൊക്കെ സുലഭമാണ്. അങ്ങനത്തെ ഓരോ ഫുഡ് ഐറ്റംസ്. ഹലോ. ഫ്രൂട്ട്സ്. നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് പരിപാടിയാണിത്. സാധാ തുടങ്ങണം നമ്മുടെ നാട്ടിൽ പുതിയൊരു ഫുഡിൻ്റെ സെറ്റപ്പ്. അതേപോലെ പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഇതുണ്ടോ, നമ്മളെ ടുക്ക് കഴിഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോസിലുണ്ട് ടുക്കിൻ്റെ സാധനങ്ങൾ. ഹൗ മച്ച്? 150. അപ്പോൾ പിന്നെ അതേപോലെ കുറേ സാധനങ്ങൾ. ഇതുണ്ടല്ലേ ഇവർ മുടി കൊടുക്കണേ, മുടി സെറ്റാക്കി കൊടുക്കണേ. ഞാൻ ഇത് ശരിക്കും കളർ അടിച്ചാണ് ഇത് ചെയ്തിന്. മുടിമ കളർ അടിച്ചിട്ടല്ലല്ലേ, ശരിക്കും ഇത് ഈ സാധനം വെക്കാണ്. ആഫ്രിക്കൻസിൻ്റെ ഇതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആ കുട്ടിയൊരു ഇന്ത്യൻ ലുക്കുണ്ട്. അവൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് മാറി. പിന്നെ ഇങ്ങനത്തെ മസാജുകൾ എന്തായാലും കയറാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മസാജ് എടുത്തു. ഇവിടെ നിന്നല്ല, ഞാൻ അപ്പുറത്ത്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് നല്ല നല്ല പ്രോപ്പർ മസാജ്. ഓക്കെ, അവിടെ കൊടുക്കൊന്നും കൈ പോകില്ല. അപ്പോൾ മാന്യമായിട്ടുള്ള മസാജാണ്. ഇങ്ങനത്തെ ട്രാൻസ്പെറൻസ് അല്ലാത്ത കുറേ സാധനങ്ങളുണ്ടാവും, ഒന്നും പോവാതിരിക്കുക. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് മറ്റേ പരിപാടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ എയ്ഡ്സും കാര്യങ്ങളൊക്കെ വരും. സോ സൂക്ഷിക്കുക. അപ്പോൾ നമ്മളെപ്പോലെ വരുന്ന പല കൂടിയ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ചില്ലിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. പോലെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വേണം. കാലിനും കയ്യിനൊക്കെ പക്ക പ്രോപ്പറാക്കി തരും. അതിൻ്റെ എമൗണ്ടുകളാണ്. ഓക്കെ, ഞാൻ ചെയ്ത് ഇന്നലെ 300 റുപ്യൻ്റെ 350 റുപ്യനാണ്. താങ്ക് യു. അത് നല്ലൊരു അടിപൊളി മസാജ് എനിക്ക് കിട്ടിയോ. ഇതിലൊക്കെ നല്ല ഫുഡിൻ്റെ സ്മെല്ലുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. How much for this? This one chicken 150. This. Only shrimp 180. 180. Okay, later. 150. This. How much for this? Yeah, the price. 300. What do you want? Which shrimp? 120 grams. Okay, I will come. നല്ല അടിപൊളി കണ്ടോ. ഇതൊക്കെ നല്ല സ്മെല്ലുണ്ട്. ഇതൊക്കെ ലെതർ ഐറ്റംസ്. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറവിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഫേസ് ഐറ്റംസ്. ഹലോ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ മാർക്കറ്റ്. ഹലോ. അങ്ങനെ കല്യാണം കഴിച്ചാൽ മതി ആലോചിക്കും. എന്താ
ഒറ്റക്ക് കിടക്കാൻ കഴിച്ചിടത്തോളം ഒറ്റക്ക് കിടക്കുക നല്ല പ്രത്യേകമാണ്. കഴിഞ്ഞാലേ നല്ലൊരു ഒതൻറ്റിക് തായ് മസാജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അത് ഫുൾ ബോഡി എടുക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെ കൈയും കാലും ഫുൾ പാർട്ട് ബോഡിയുടെ അതായത് ഹലാലായ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും ഓല് സെറ്റിൽ ചെയ്ത് തരും. അപ്പോൾ തായ്ലൻഡിൽ 300 ബാത്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ഒതൻറ്റിക് ഷോപ്പുകളുണ്ട്. അങ്ങനത്തെ ഷോപ്പുകളിൽ മാത്രം കയറിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു തായ് മസാജ് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓൺ വോയിസ് ആണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുന്ന് വീഡിയോസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഫുള്ള് കോപ്പിറൈറ്റ് അടിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാട്ടിട്ട ഏരിയകളാണ്. സമയം കുറേ ഇപ്പോൾ ആയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും തായ് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഞാനും ഷെരീഫും കൂടി നേരെ എൻ്റെ കൂട്ടുകാരൻ എത്തിയിട്ടുണ്ട്. ഷെരീഫ് ഞാൻ പറയാൻ മറന്നു. അവന് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓനും ഇങ്ങോട്ടെത്തി. അപ്പോൾ ഞാൻ തായ്ലൻഡ് പോയപ്പോഴും അതിന് മുന്നേ വിയറ്റ്നാം പോയപ്പോഴൊക്കെ നമ്മൾ ഒരുമിച്ചാണ്. ഓക്കെ, നമ്മളെ കുട്ടിക്കാലം മുതലുള്ളൊരു സുഹൃത്താണ്. അങ്ങനെ നമ്മൾ ഓനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ എന്ത് ചെയ്തു, ഞാനൊരു ഇത് ഓർഡർ ചെയ്തു. അതായത് തായ്, അതായത് എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, കടൽ മീൻ ഐറ്റംസൊക്കെ. അപ്പോൾ നേരെ എന്ത് ചെയ്തു, നേരെ അതിൻ്റെ ഒരു സാധനം ഓർഡർ ചെയ്തു. എന്നിട്ട് ഓളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെമ്മീനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളുമാണ്. സംഭവമൊന്നുമല്ല, ഞാനിതിൽ എനിക്ക് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്മീനുള്ള സാധനം എടുത്തത്. ഓക്കെ, ഇങ്ങോട്ട് തിരി. അങ്ങനെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഉള്ളൊരു ചൈനീസ് ഫാമിലി, നമുക്കറിയില്ല ഒരു ചൈനീസാണെന്നുള്ളത്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ജസ്റ്റ് അവർക്ക് ഭയങ്കര ഇത് നമ്മോട് സംസാരിക്കണേ. അപ്പോൾ അവർ സംസാരിച്ച് ഇപ്പോൾ ഇവള് വേറെ കസിനും അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു പെണ്ണുണ്ടായില്ലേ, അതോരെ അമ്മയാണ്. അതിൻ്റെ അപ്പുറത്ത് ഓളെ വേറൊരു കസിന്. അങ്ങനെ ഓരോട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഇനി ചൈനയിലേക്ക് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങളോട് പോകും. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണാം.